2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറും. അതുമൂലം കോടീശ്വര യോഗം, അതായത് സർവ്വവിധ ഐശ്വര്യങ്ങളോടും കൂടി അഭിവൃദ്ധി വന്നു ചേരുക, രാജയോഗം എന്ന് പറയും. അങ്ങനെ രാജയോഗം ലഭിക്കുന്ന രാശികൾ ഏതൊക്കെയാണ്, ആ രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, ഇതാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം നല്ല ജീവിത നിലവാരത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടതായ സമ്പത്ത് വന്നു ചേരുക, അതിനടിസ്ഥാനപരമായ തൊഴിൽ ലഭിക്കുക, അങ്ങനെ വിവിധങ്ങളായ ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്നു ചേരും. സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ട് എങ്കിലും വിവാഹം നടക്കാത്തവർ, അങ്ങനെ ഒക്കെ വിഷമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ. ഈ വ്യാഴത്തിൻ്റെ ഉച്ചരാശി സ്ഥിതി കൊണ്ട് വ്യാഴം ഏറ്റവും ബലമുള്ള രാശിയിലേക്കാണ് മാറുന്നത്. അങ്ങനെയുള്ള ആ രാശിയിലേക്ക് മാറുമ്പോൾ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം, ഏതൊരു കാര്യത്തിനും പ്രഥമമായ പരിഗണന പണം ആണ് ആവശ്യം. ഒരു അസുഖം വന്നാൽ ചികിത്സിക്കണമെങ്കിലും, ഒരു വാഹനം വാങ്ങണമെങ്കിലും, ഒരു ഗൃഹം വാങ്ങണമെങ്കിലും, നല്ല രീതിയിൽ ഒരു വിവാഹം നടക്കണമെങ്കിലും ഒക്കെ ധനത്തിന് ആവശ്യമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ധന ആഗമന യോഗം ഉള്ള നക്ഷത്രങ്ങളെയാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് സർവ ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാശിക്കാരായിരിക്കുന്ന മേടം രാശിക്കാർക്ക് വ്യാഴം വളരെ അനിഷ്ട ഭാവത്തിലായിരുന്നു. കൂടാതെ 7.5 ശനി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ഏതെങ്കിലും തരത്തിൽ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് 9-ാം ഭാവാധിപൻ ഭാഗ്യവും ദൈവാധീനവും ഒരുപോലെ ഇരട്ടിച്ച് വരുന്ന ഒരു വർഷമാണ്. അതുമൂലം അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങളിലൂടെ ധനം വന്നു ചേരും. അത് ഗവൺമെന്റിൽ നിന്നൊരു ഫണ്ട് കിട്ടുകയോ, അതുമല്ല ഒരു ലോട്ടറി അടിക്കുക, കേരള ഗവൺമെന്റിന്റെ 1-ാം സമ്മാനം ലോട്ടറി അടിക്കുന്നതിനോ, അങ്ങനെ നോക്കുമ്പോൾ വിവിധങ്ങളായ രീതിയിൽ പൂർവിക സമ്പത്ത് വന്നു ചേരുന്നതിനോ, ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട സമ്പത്ത് വന്നു ചേരുന്നതിനും ഒക്കെ ഞാൻ ഇന്ന് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക്, രാശിക്കാർക്ക് എല്ലാവർക്കും തന്നെ ഈ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാം. മറ്റൊരു രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും ഇങ്ങനെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട സമ്പത്ത് വന്നു ചേരുക, PSC ടെസ്റ്റുകൾ പോലെയുള്ള പരീക്ഷകൾ എഴുതി നല്ല നല്ല ഔദ്യോഗിക രംഗത്ത് തിളങ്ങത്തക്ക രീതിയിൽ, അധികാരം ഉത്തരവ് ഇറക്കത്തക്ക രീതിയിൽ, ഏതെങ്കിലും തരത്തിൽ കമാൻഡിങ് പവറുള്ള, ഓർഡർ ഇടുന്നതിന് ഉള്ള അധികാരമുള്ള ജോലി ലഭിക്കുന്നതിനൊക്കെ ഈ പറഞ്ഞ മേടം രാശിക്കാർക്കും ഇടവം രാശിക്കാർക്കും, അതുപോലെ തന്നെ ഇടവം രാശിക്കാർ മേടം രാശിക്കാർക്കും, മിഥുനം രാശിക്കാർ, ഇടവം രാശിക്കാരില്ല, മിഥുനം രാശിക്കാർക്കും വളരെ അനുകൂലമാണ്. ഇടവം രാശിക്കാർക്ക് 3-ലേക്കാണ് വ്യാഴം മാറുന്നത്, അത് അത്ര തൃപ്തികരമല്ല. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. ഒരു ലോട്ടറിയൊക്കെ എടുത്ത് പരീക്ഷിക്കുക, നിങ്ങൾക്ക് വൻ വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരുവാൻ പോകുന്ന ഒരു അവസരമാണ് വന്നു ചേരുന്നത്. ധനസ്ഥാനത്താണ് ആ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അത് നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപനും തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനുമായതിനാൽ മിഥുനം രാശിക്കാർക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെ ഒക്കെ സപ്പോർട്ടൂടെ ഇടയ്ക്ക് വരും. അപ്പോൾ പെട്ടെന്ന് അപ്പോയിൻമെൻ്റ് ഓർഡറൊക്കെ കിട്ടി ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു രാശിയാണ് കന്നി രാശിക്കാർ. കന്നി രാശിക്കാർ 10-ൽ വ്യാഴമായത് വളരെ ദുരിതങ്ങൾ, പത്തിയടിക്കും, പുത്തിലൊളിക്കും, പാത്ത് നടക്കും, പതുങ്ങി നടക്കും, പുത്രൻ ദുഃഖം, പുത്രിക്ക് ദുഃഖം, പത്നിക്ക് ദുഃഖം. അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലും വ്യാഴത്തിനെ കൊണ്ട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ കന്നി രാശിക്കാർ, ആ കന്നി രാശിക്കാർക്ക് 11-ാം ഇടം എന്ന് പറയുമ്പോൾ സർവ്വ ആഗ്രഹങ്ങളും സാധിക്കേണ്ട ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു. അപ്പോൾ പല രീതിയിലുമുള്ള കോടീശ്വര യോഗമാണ് വരാൻ പോകുന്നത്. അത് വിദേശത്തൊക്കെ പോകുന്നതിനുള്ള ടെസ്റ്റുകളൊക്കെ പാസ്സായി വിദേശത്ത് ചെന്ന്
ഉയർന്ന ശമ്പളത്തോടുകൂടി നല്ല ജോലിയിൽ പ്രവേശിക്കുക, സ്വന്തം നാട്ടിലാണെങ്കിലും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് IPS IAS പോലെയുള്ള കാര്യങ്ങൾ പരീക്ഷകൾ പാസ്സാകുക, അതിന് പഠിക്കുവാൻ പോകുവാൻ, അത് ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകുക, അങ്ങനെ പ്രൊമോഷൻ കിട്ടുക, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിരുന്നവരായെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ചില റെക്കോർഡുകളൊക്കെ നോക്കിയപ്പോൾ മേലധികാരികൾക്ക് അംഗീകാരം വരികയും പ്രൈവറ്റോ തത്തുല്യ പദവിയോടുകൂടി അത് പ്രൊമോഷൻ വന്നു ചേരുക, ഗവൺമെൻറ്റിൽ നിന്ന് വരുമാനം ഉണ്ടാകുക, ഗവൺമെൻറ് ധനം കൈകാര്യം ചെയ്യുവാൻ യോഗമുണ്ടാകുക, വിദേശ ധനം കൈകാര്യം ചെയ്യുവാൻ യോഗമുണ്ടാകുക, അങ്ങനെയൊക്കെ ഈ കന്നിരാശിക്കാർക്കും യോഗമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്നതാണ് വിശാഖ നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം അഷ്ടമം എന്ന് പറയുന്ന സർവ്വദുഃഖ ദുരിത നാശ താപ വ്യയ ക്ലേശ കഷ്ടതയുടെ ഭാവത്തിലായിരുന്നു വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ മാറി ഏറ്റവും ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വന്നിരിക്കുന്നു. എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുവാൻ പോകുന്നു. അത് 5ാം ഭാവാധിപനാണ്, ധനസ്ഥാനത്തിൻ്റെ അധിപനാണ് 9ാം ഇടത്തേക്ക് വന്നിരിക്കുന്നത്. ഉച്ചം ചെയ്താണ്. കൂടെ ആ പ്രബല ഗ്രഹങ്ങൾ മറ്റ് ചൊവ്വായുടെയും ശുക്രൻ്റെയും ഒക്കെ സപ്പോർട്ടും കൂടെ ഈ വർഷം വന്നു ചേരുമ്പോൾ എന്തിന് പറയണം, വളരെ അധികം ഭാഗ്യാവസ്ഥകൾ വന്നു ചേരാൻ പോകുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു ലോട്ടറിയെങ്കിലും എടുക്കുക. യാതൊരു തരത്തിലും പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ വലിയ ജോലിയൊന്നും കിട്ടാൻ യോഗമില്ല എന്ന് വിചാരിച്ച്, ഒന്നും കിട്ടുകയില്ല എന്ന് വിചാരിച്ച് ഒരു വാടകയ്ക്ക് താമസിക്കുന്നവരാണ് നിങ്ങളെ എങ്കിലും, അതിന് പോലും നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു ലോട്ടറിയൊക്കെ എടുത്ത് പരീക്ഷിക്കണം. ഒരുപാട് ലോട്ടറി എടുക്കണം എന്നല്ല ഞാൻ ആരോടും പറയുന്നത്. ഒരു ലോട്ടറി എടുക്കുക. നിങ്ങൾ നാളെ ഒരു കോടീശ്വരനാകാം, ഒരു ഭൂമി വന്നു ചേരാം, ഒരു ഗൃഹം വന്നു ചേരാം, ഒരു വാഹനം വന്നു ചേരാം. അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് വിവാഹം ആലോചിച്ചിട്ട് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ പുരുഷന്മാരായാലും സ്ത്രീകളായാലും വിവാഹം നടക്കാതെയൊക്കെ ഇരിക്കുന്നവർക്ക് വിവാഹയോഗമുണ്ട്. ഈ ഒരു വർഷം അത് നടക്കുവാൻ യോഗമുണ്ട്. അത് ഞാൻ ഇന്ന് ഈ പറഞ്ഞ 5 രാശിക്കാരായിരിക്കുന്ന അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്കും ബാധകമാണ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും. മറ്റൊരു രാശിക്കാരാണ് മീനം രാശിക്കാർ. മീനം രാശിക്കാർക്കും ഇതുപോലെയുള്ള ഭാഗ്യാവസ്ഥകളൊക്കെ വന്നു ചേരും. മീനം രാശിക്കാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി 4ാം പാദവും തൃട്ടാതിയും രേവതിയും അടങ്ങുന്നതാണ്. ഇവർക്ക് ഷെയർ മാർക്കറ്റിംഗ്, ഇവർക്കെന്നല്ല ഈ 5 രാശിക്കാർക്കും ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നല്ല സമയമാണ്. അപ്രതീക്ഷിതമായ വിജയങ്ങൾ ഷെയർ മാർക്കറ്റിങ്ങുകൾ കൊണ്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ബ്രോക്കറിങ് കാര്യങ്ങൾ. ഒരു ഇടപാട് ചെയ്തു കൊടുത്തു, ചിലപ്പോൾ ലക്ഷങ്ങൾ പെട്ടെന്ന് കൈ വന്നു, 2, 3, 4 അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു. ഒരു വർഷത്തിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഭൂമി വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ ഗൃഹം നിർമ്മിക്കുവാനോ ഒക്കെ യോഗമുണ്ടാകുക. അതുപോലെ തന്നെയാണ് ഷെയർ മാർക്കറ്റിംഗ്, കോടികൾ വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. എക്സ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടിംഗ് ചെയ്യുക, വിദേശത്തൊക്കെ നിസ്സാര വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് ആവശ്യക്കാർ തേടി വരാനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് വിദേശത്തേക്ക് കയറ്റി അയച്ച് നല്ല കമ്പനികളുമൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ടാക്കി ദീർഘനാളത്തേക്ക് നല്ല ഒരു കരാറുടമ്പടികളിൽ ചേരുവാനും ഒക്കെ അവസരം വന്നു ചേരും. വിവാഹ ബന്ധത്തിലൂടെ സന്തോഷവും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം വന്നു ചേരും. ബന്ധുക്കളൊക്കെ സഹായത്തിനെത്തും. അങ്ങനെ നോക്കുമ്പോൾ നിരവധിയായ ഭാഗ്യങ്ങൾ ഈ 5 രാശിക്കാർക്കും വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ് എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് ടൈമും ഡേറ്റ് ഓഫ് ബർത്തും വഹിച്ചുകൊണ്ട് ഒരു ജ്യോത്സ്യനെ കാണുക. എന്നിട്ട് നിങ്ങളുടെ ഗ്രഹനില തയ്യാർ ചെയ്ത് ഇഷ്ടഭാവങ്ങളിലാണോ, ഇഷ്ടഭാവത്തിൻ്റെ അധിപനാണോ, ഭാഗ്യാധിപനാണോ നിങ്ങളുടെ ജാതകാലും വ്യാഴം നിൽക്കുന്നത്, അല്ലെങ്കിൽ മാളവ്യായോഗത്തോടുകൂടി ശുക്രൻ നിൽക്കുന്ന സമയമാണോ ഇപ്പം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ദുജകയോഗത്തോടു കൂടിയുള്ളതാണോ, പഞ്ചമഹാപുരുഷയോഗത്തിൽപ്പെടുന്ന ശ്രീഭദ്രായോഗമാണോ, അങ്ങനെ സസമഹായോഗമാണോ, അങ്ങനെയുള്ള 5 യോഗങ്ങൾ, കേസരി യോഗങ്ങൾ ഒക്കെ ഉണ്ട് ഓരോ മനുഷ്യർക്കും ഓരോ. അതുപോലെ ഈ വ്യാഴം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുക. അതിന് ജാതകം കൂടി പരിശോധിച്ച് യഥാശക്തി പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്താൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതകാലം മുഴുവൻ സുഖലോലുപമായിട്ട് ജീവിക്കുവാൻ വേണ്ട സമ്പത്ത് വന്നു ചേരേണ്ട ഒരു വർഷമാണ് വ്യാഴത്തെ കൊണ്ട് ഈ 5 രാശിക്കാർക്ക് സൂചിപ്പിക്കുന്നത്. അതിന് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, ഓൺലൈനായിട്ട് അറിയുവാൻ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് വരികയോ ചെയ്യാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർക്കുന്നുണ്ട്.
ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.